ദി സ്പൈസി ടെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓണം ആയതുകൊണ്ട് ഒരു ഓലനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. തേങ്ങ ചിരകി പാലെടുക്കാൻ വേണ്ടിയിട്ടാണ്. കുമ്പളം ഒരു കഷ്ണം ഇതെടുത്തിട്ട് കണ്ടില്ലേ, അത്ര വലുപ്പത്തിലുള്ള ഒരു കുമ്പളത്തിൻ്റെ കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മുറിക്കുന്നൊരു രീതിയുണ്ട്. തോലൊക്കെ നന്നായി ചെത്തി ചതുര കഷ്ണങ്ങളാക്കി വളരെ സ്ലൈസായിട്ടാണ് മുറിക്കുന്നത്. പിന്നെ മത്തനാണ്, അതും ഇതുപോലെ തന്നെ മുറിക്കണം. കുരുവൊക്കെ കളഞ്ഞ് തോലും ഒക്കെ കളഞ്ഞ് ചതുര കഷ്ണങ്ങളായിട്ടാണ് ഇവിടെ മുറിക്കുന്നത്. തേങ്ങാപ്പാൽ രണ്ടാമത്തെ പാലിലാണ്. തേങ്ങയുടെ ആദ്യം എടുക്കുന്ന പാലല്ല, തലപ്പാലല്ല, രണ്ടാമത്തെ പാലിലാണ് നമ്മളിത് വേവിച്ചെടുക്കുക. പിന്നെ വേണ്ടത് പച്ചമുളക്, കറിവേപ്പില. ഇതുപോലെയാണ് കഷ്ണം മുറിക്കേണ്ടത്. കഴുകിയൊക്കെ വൃത്തിയാക്കി ഇതുപോലെ മുറിക്കുക. മത്തനും അതുപോലെ തന്നെ അതേ രൂപത്തിൽ തന്നെ സ്ലൈസായിട്ട് മുറിക്കുന്നു. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഉണ്ടാക്കുന്ന പാത്രത്തിലേക്കാണ് ഇത് മാറ്റുന്നത്. പിന്നെ 2-3 പച്ചമുളക്, വലിയ തേങ്ങയുടെ ഒരു മുറിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ തേങ്ങയാണ്. തലപ്പാലാണ്. ഇത് ലാസ്റ്റാണ് ഒഴിക്കുക കേട്ടോ. രണ്ടാമത്തെ പാലാണിത്. രണ്ടാം പാലിലാണ് വേവിക്കുന്നത്. ഈ മത്തനും ഈ കുമ്പളവും വേഗം വേവും. അപ്പം ഇത്രയും വെള്ളം മതി. സ്റ്റവ് ഓൺ ചെയ്തു. ഏകദേശം വെന്തൊക്കെ വരുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് കഷ്ണം ഒന്ന് ഉടയ്ക്കുക, വല്ലാതെ ഉടയ്ക്കണ്ട. ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഉടയ്ക്കുക. കറിവേപ്പില ഞാനൊരു 3 കതിര് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഈ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. തലപ്പാൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ. ഇത് വറുത്തൊന്നും ഇടില്ല, കടുകിലൊന്നും വറുത്തൊന്നും ഇടില്ല. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു. ഇത്രയേ ഉള്ളൂ പണി. എളുപ്പമാണ്. ചെറിയ കുട്ടികൾക്ക് വരെ ഇഷ്ടമാവും. നമ്മൾക്ക് സദ്യയിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു കറിയാണ് ഈ ഓലൻ. ചിലർ മമ്പയർ ഇട്ടിട്ട് ഇതുണ്ടാക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.